Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന 16ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി പറയുന്ന എന്നിൽ നിന്നും കേൾക്കുന്ന നിങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പന ലഭിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറയിന്റെ 214ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ് വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങി. അതേപോലെ സൂറത്ത് നഹലിന്റെ 94ാമത്തെ ആയത്ത് ഫസ്തഅ ബിമാ തുഅ്മർ വഅഅരിദ് അനിൽ മുശ്രികീൻ എന്നുള്ള രണ്ടായത്തുകൾ ഇറങ്ങിയതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനത്തിന് ഇറങ്ങുന്നത്. അങ്ങനെ പരസ്യ പ്രബോധനം നടത്തുന്ന സമയത്ത് ആദ്യമായി കൊണ്ട് സഫാ കുന്നിന്റെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി കുടുംബക്കാരായ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ആ നാട്ടിലെ പ്രമുഖന്മാരായ എല്ലാ ഗോത്രത്തിന്റെ നേതാക്കന്മാരെയും വിളിച്ചു കൂട്ടി അവരോട് തൗഹീദ് പറഞ്ഞു കൊടുത്തു. തൗഹീദ് പറഞ്ഞു കൊടുത്ത സമയത്ത് തന്നെ അവരതിനെതിരെ അബൂലഹബ് ആദ്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ശാപവാക്ക് പറയാണ്. തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅത ലനാ, മുഹമ്മദ് നിനക്ക് നാശം, നീ ഇതിനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്നുള്ള രൂപത്തിൽ നബിക്കെതിരെ ആദ്യമായി കൊണ്ട് ആക്ഷേപത്തിന്റെ ശാപത്തിന്റെ സംസാരങ്ങൾ നയിക്കുന്നത് അബൂ ലഹബായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും.
അബൂ ലഹബും കൂട്ടരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് പ്രയാസപ്പെടുത്തി. അങ്ങനെ ആ പ്രയാസപ്പെടുത്തിയ കൂട്ടത്തിൽ അവർ പരസ്യ പ്രബോധനം തടയാൻ വേണ്ടി സ്വീകരിച്ച മറ്റൊരു രീതിയായിരുന്നു അബൂ താലിബിന്റെ അരികിലേക്ക് പോകുക എന്നുള്ളത്. നമ്മളൊന്ന് ഫ്രണ്ടിലേക്ക് കയറിയിരിക്കണേ, ബാക്കിലിരിക്കുന്ന ആളുകൾക്കൊന്ന് അബൂ താലിബിന്റെ അരികിലേക്ക് പോയി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ് ആര്? അബൂ താലിബ്. നബിക്ക് വേണ്ട എല്ലാ സംരക്ഷണം കൊടുത്ത വ്യക്തിയാണ് ആര്? അബൂ താലിബ്. അപ്പൊ അബൂ താലിബിനോട് പോയിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേലുള്ള താങ്കളുടെ സംരക്ഷണം എടുത്തൊഴിവാക്കണം. താങ്കളുടെ കീഴിലുള്ള ഒരാളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മോശമാണ്. കാരണം അബൂ താലിബ് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ്, സ്ഥാനമാനങ്ങൾ കൊണ്ട് ആളുകൾക്കിടയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് താങ്കളുടെ കീഴിലുള്ള മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കുക, വധിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് മോശമാണ്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? നബിയുടെ മേലിലുള്ള സംരക്ഷണം ഒഴിവാക്കണം എന്ന രൂപത്തിലൊക്കെ സംസാരിച്ചതും അതിന് അബൂ താലിബ് തിരിച്ചു മറുപടി കൊടുത്തതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന് ശേഷമുള്ള ബാക്കിയുള്ള വിഷയങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ റബ്ബ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളായ ആളുകൾക്ക് നബിയുടെ പരസ്യ പ്രബോധനം അവരെ ഉറക്കം കെടുത്തി എന്നുള്ളതാണ്. നബി ശക്തമായിക്കൊണ്ട് പരസ്യ പ്രബോധനത്തിന് ഇറങ്ങിയപ്പോൾ ഇത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവര് ഒരുപാട് രൂപത്തിൽ നബിയെ പ്രയാസപ്പെടുത്താൻ വേണ്ടി നോക്കി. അതിൽ നബിയെ പ്രയാസപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന വ്യക്തി. ആരാണ് വലീദ് ബിൻ മുഗീറ? ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. ബനു മഖ്സൂം ഗോത്രം എന്ന് പറഞ്ഞാല് ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗോത്രങ്ങളുണ്ട്. ബനു ഉമയ്യ, ബനു ഹാഷിം, ബനു മഖ്സൂം. ആ പ്രധാനപ്പെട്ട 3 ഗോത്രങ്ങളിൽ ഒരു ഗോത്രമാണ് ഏത്? ബനു മഖ്സൂം. ആ ഗോത്രത്തിലാണ് ആര് ജനിക്കണത്? വലീദ് ബിൻ മുഗീറ. വലീദ് ബിൻ മുഗീറ മാത്രമല്ല, ആ ഗോത്രത്തിൽ അറിയപ്പെട്ട മറ്റൊരു നേതാവായിരുന്നു അബൂജഹൽ. ബനു മഖ്സൂം ഗോത്രത്തിൽ 2 അറിയപ്പെട്ട നേതാക്കളാണ്. ഒന്ന് അബൂജഹലാണ്, 2 വലീദാണ്. വലീദ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ സ്ഥാനവും മാനവും ഉള്ള വ്യക്തിയാണ്. അറിയപ്പെട്ട കവിയാണ്, വലിയ സമ്പത്തുള്ള ആളാണ്, ധാരാളം മക്കളുള്ള ആളാണ്, നല്ല രൂപത്തിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു വലീദ് ബിൻ മുഗീറ. എത്രത്തോളം ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൽ പോലും പരോക്ഷമായി 3 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ച, പേരെന്നല്ല അദ്ദേഹത്തിന്റെ വിഷയം പരാമർശിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 സംഭവങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ 3 ആയത്തുകൾ ഏതൊക്കെയാണ്? ഒന്ന് സൂറത്ത് സുഹ്റഫിന്റെ 31-ാമത്തെ ആയത്ത്. വഖാലു, മക്കക്കാരായ ഖുറൈശികളായ ആളുകൾ പറയാണ്, ലൗലാ നുസില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം. അവർ പറഞ്ഞൊരു വാക്കാണ്, 2 പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ 2 പ്രധാനപ്പെട്ട മഹാപുരുഷന്മാരുടെ മേൽ ഈ ഖുർആൻ എന്തുകൊണ്ട് അവതരിച്ചില്ല എന്നുള്ളതാണ്. അഥവാ ആ കാലഘട്ടത്തിൽ ഖുറൈശികളായ ആളുകൾ പറഞ്ഞൊരു വാക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 നാടുകളുണ്ട്. ആ 2 നാടുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട 2 മഹാപുരുഷന്മാരായ ആളുകളുണ്ട്. ആ മഹാപുരുഷന്മാരായ ആളുകൾക്ക് ഖുർആൻ അവതരിച്ചില്ല. കേവലം നിരക്ഷരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് വഹി ലഭിച്ചത്, നുബുവത്ത് ലഭിച്ചത്. എന്താണ് അതിന്റെ കാരണം? അപ്പൊ അവര് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 2 നാടുകൾ ഏതൊക്കെയാണ്? ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഒന്ന് മക്കയാണ്, 2 ത്വായിഫാണ്. മാഷാ അല്ലാഹ്. ഒന്ന് മക്കയാണ്, 2 ത്വായിഫാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ അബൂ താലിബ് മരണപ്പെട്ടപ്പോൾ റസൂലുള്ള പോയത് എവിടേക്കാണ്? ത്വായിഫിലേക്കാണ്. ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട 2 നാടുകളാണ്, ഒന്ന് മക്ക, 2 ത്വായിഫ്. മക്കയിൽ അറിയപ്പെട്ട വ്യക്തി ആരാണ്? വലീദ് ബിൻ മുഗീറയാണ്. മക്കയിൽ അറിയപ്പെട്ട വ്യക്തി വലീദ് ബിൻ മുഗീറയാണ്. ത്വായിഫിൽ അറിയപ്പെട്ട വ്യക്തി ആരാണ്? ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി എന്ന് പറയുന്ന വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ പോയി അവിടെയുള്ള ആളുകളോടുമായി സംസാരിക്കുന്നുണ്ട്. നബിയുടെ അബൂ താലിബിന്റെ മരണത്തിന് ശേഷം പിന്നീട് ത്വായിഫിലെത്തി അവരുമായി ചർച്ച നടത്തുന്നുണ്ട്. ഞാൻ ദഅവത്ത് ചെയ്യട്ടെ, ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിക്കട്ടെ എന്ന രൂപത്തിലൊക്കെ സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കൊണ്ട് സംഭാഷണം നടത്താൻ പോകുന്നത് തായിഫിലെ 3 നേതാക്കന്മാരോടാണ്. ഒന്ന് ഹബീബ്, 2 അബ്ദിയാലൈൻ, പിന്നെ 3 ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി. ഈ ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ വലിയ സ്ഥാനമുള്ള വ്യക്തിയാണ്. അപ്പൊ ഖുറൈശികളായ ആളുകൾ പറയാണ്, എന്തുകൊണ്ട് ഈ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ മഹാപുരുഷന്മാരായി ഞങ്ങൾ കാണുന്ന 2 പേരുണ്ട്. ഒന്ന് വലീദാണ്, 2 മസ്ഊദ് അസ്സഖഫിയാണ്. ഇവർക്ക് 2 പേർക്കും ലഭിച്ചില്ല. ലഭിച്ചത് ആർക്കാണ്? ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അപ്പൊ ഇവിടെ പരോക്ഷമായിട്ട് പിന്നെ വലീദിന്റെ വിഷയം വിശുദ്ധ ഖുർആനിൽ വന്നതായി കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സംഭവമാണ്, ഈ വലീദ് ഒരിക്കൽ ഖുർആൻ കേൾക്കാൻ ഇടയായി. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിന്റെ 1, 2, 3 ആയത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ ഭാഗത്തെത്തി സൂറത്ത് ഗാഫിറിലെ ആയത്തുകൾ വളരെ മനോഹരമായി പാരായണം ചെയ്യാണ്. ഇതിങ്ങനെ വളരെ മനോഹരമായി പാരായണം ചെയ്യുന്നത് ആര് കേട്ടു? ഹമീം എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വലീദ് കേട്ടു. വലീദ് കേട്ട് ഖുറൈശികളായ ആളുകൾ കഅബാലയത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. ആ കൂടിയിരിക്കുന്ന സമയത്ത് അവരോട് പോയിട്ട് പറയാണ്, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലഖദ് സമിഅതു മിൻ മുഹമ്മദിൻ ആനിഫൻ കലാമൻ മാ ഹുവ മിൻ കലാമിൽ ഇൻസി വലാ മിൻ കലാമിൽ ജിന്ന്. ഞാൻ മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വാക്കുകൾ, ചില ആയത്തുകൾ അല്ലെങ്കിൽ ചില സംസാരങ്ങൾ ഞാൻ കേട്ടു. അതൊരു മനുഷ്യന്റെ വാക്കല്ല, അതൊരു ജിന്നിന്റെ വാക്കല്ല. തീർച്ചയായും ഇന്നലഹു ലഹലാവത്തുൻ, ആ സംസാരത്തിൽ എന്തുണ്ട്? ഹലാവത്തുണ്ട്, മാധുര്യമുണ്ട്, എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ലഭിക്കുന്നുണ്ട്. അതൊരു മനുഷ്യന്റെ വാക്കല്ല, അതൊരു ജിന്നിന്റെ വാക്കല്ല, അതിൽ എന്തുണ്ട്? ഒരു ഹലാവത്തുണ്ട്. എന്നിട്ട് ആര് പറയണത്? ഈ വലീദ് ബിൻ മുഗീറയാണ്. എന്നിട്ട് ഈ വലീദ് വീണ്ടും പറയാണ്, അതിന്റെ വേറെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ്. അതിന്റെ ശാഖകൾ എന്ന് പറഞ്ഞാൽ അത് ഫലഭൂഷ്ടമാണ്. അങ്ങനെ വളരെ മനോഹരമായി ഖുർആനിനെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് ആര്? വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഈ വലീദ് എവിടെ വെച്ചിട്ടാണ് പറയുന്നത്? ഖുറൈശി നേതാക്കന്മാരുടെ അരികിൽ വെച്ചിട്ടാണ്. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, സബഅ അൽ വലീദ്, സബഅ എന്ന് പറഞ്ഞ സ്വാബി എന്ന് പറഞ്ഞ പുത്തൻവാദിയായി എന്നുള്ളതാണ്. വലീദ് എന്തായിട്ടുണ്ട്? പുത്തൻവാദിയായി. വലീദ് പിന്നെ ഞങ്ങളുടെ കാരണവന്മാരുടെ ആദർശം വിട്ട് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻ ആദർശം സ്വീകരിച്ചിട്ടുണ്ട്. ഇതാരറിഞ്ഞു? ബനു മഖ്സൂം ഗോത്രത്തിലെ മറ്റൊരു നേതാവ് അബൂജഹൽ അറിഞ്ഞു. അബൂജഹലും വലീദും ബനു മഖ്സൂം ഗോത്രത്തിലെ 2 അറിയപ്പെട്ട നേതാക്കന്മാരാണല്ലോ. ഈ അബൂജഹൽ എന്ത് ചെയ്തു? പിന്നെ വലീദിനെ കാണാൻ വേണ്ടി പോയി. വലീദിനെ കാണാൻ വേണ്ടി പോകുക മാത്രമല്ല, വലീദിനെ കണ്ട സമയത്ത് വളരെ മോശമായിട്ട് പരിഹസിക്കുകയാണ്. എത്രത്തോളം ചോദിച്ചാൽ, വലീദിനോട് ആദ്യം ചോദിച്ച ചോദ്യം, ഇബ്ൻ അബി ഖുഹാഫന്റെ മകനായിരിക്കും ഇനി നിനക്ക് ചെലവിന് തരാല്ലേ എന്നുള്ളത്. ഇബ്ൻ അബി ഖുഹാഫ ആരാണ്? അബൂ ഖുഹാഫ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ്. അപ്പൊ അബൂ ഖുഹാഫന്റെ മകൻ അബൂബക്കർ ആയിരിക്കും ഇനി നിനക്ക് ചെലവിന് തരിക. നീ നമ്മുടെ കാരണവന്മാരുടെ ആദർശം വിട്ട് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻ ആദർശം സ്വീകരിച്ചു പോയത് എന്തിനാണ്? ദുനിയാവിന്റെ ചില്ലറ ലാഭങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന്റെ ലാഭത്തിനും സ്വത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് നീ പോയതല്ലേ എന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സാരം. അപ്പൊ ഈ ഒരു സമയത്ത് പിന്നെ വലീദ് എന്ത് ചെയ്യാണ്? ഫഗദിബൽ വലീദ്, വലീദ് കോപിച്ചു എന്നുള്ളതാണ്. വലീദ് കോപിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, അലം തഅലം, നിങ്ങൾക്കറിയില്ലേ ഖുറൈശികളായ ആളുകളെ, അന്നീ മിൻ അക്സരിഹാ മാലൻ വവലദൻ, ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളതാണ്, ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സന്താനങ്ങളുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഞാനാണ്. എന്നിട്ട് എന്തിനാണ് ഞാൻ അബൂ ഖുഹാഫന്റെ മകൻ അബൂബക്കറിന്റെ ചെലവിന് വേണ്ടി ഞാൻ പോയി പറയണത്? എനിക്ക് മുഹമ്മദിന്റെ സംസാരത്തിൽ വശ്യത തോന്നി, അതിൽ ഹലാവത്ത് തോന്നി, അതൊരു യാഥാർത്ഥ്യമാണ്, അത് ഞാൻ പറഞ്ഞു. എന്നാൽ ദുനിയാവിന്റെ കേവലം ചില ലാഭങ്ങൾക്ക് പോയി എന്നുള്ളത് നിങ്ങൾ പറയാൻ പാടില്ല. എനിക്ക് ആ സംസാരത്തിൽ വശ്യത തോന്നി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ അബൂജഹലിന്റെ കയ്യും പിടിച്ച് വലീദ് എന്ത് ചെയ്തു? അവർ ബനു മഖ്സൂം ഗോത്രക്കാരായ ആളുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. ബനു മഖ്സൂം ഗോത്രത്തോട് പറയാണ്, നസ്ഉമൂന അന്ന മുഹമ്മദൻ മജ്നൂൻ, നിങ്ങൾ മുഹമ്മദ് നബിയെ വാദിക്കണത് എന്താണ്? മജ്നൂൻ, ഭ്രാന്തൻ എന്നാണ് നിങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നത്. ഫഅൽ റഅയ്തുമു, നിങ്ങൾ മുഹമ്മദ് നബിയിൽ എപ്പോഴെങ്കിലും ഭ്രാന്തിന്റെ അടയാളങ്ങൾ, ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ, ഭ്രാന്തിന്റെ ഗോഷ്ഠികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല.
അദ്ദേഹം വീണ്ടും ചോദിക്കാണ്, നസുമൂന അന്ന മുഹമ്മദൻ കാഹിനൻ. നിങ്ങൾ മുഹമ്മദ് നബിയെ പിന്നീട് നിങ്ങൾ പറയുന്ന ഒരു വാക്ക് എന്താണ്? അദ്ദേഹം കാഹിനാണ്. എന്താ കാഹിൻ എന്ന് പറഞ്ഞാൽ? ജ്യോത്സ്യനാണ്. ജ്യോത്സ്യന്റെ മുടക്കവും ജ്യോത്സ്യന്റെ കുറുകലൊക്കെ നമ്മൾ കണ്ട ആളുകളാണ്, നമുക്കത് അറിയുന്ന ആളുകളാണ്. മുഹമ്മദ് നബി എന്തല്ല, അദ്ദേഹം ഒരു കാഹിനല്ല, ജ്യോത്സ്യനല്ല. നസുമൂന അന്ന മുഹമ്മദൻ കദ്ദാബുൻ, മുഹമ്മദ് പെരുങ്കള്ളനാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഇത്ര കാലം നമ്മൾ ജീവിച്ചിട്ട് മനഃപൂർവ്വം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കളവ് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിച്ചു. ആ സമൂഹത്തിൽ ആളുകൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ല, മുഹമ്മദ് നബി കള്ളനല്ല, കദ്ദാബല്ല. വീണ്ടും പറയാണ്, നസുമൂന അന്നഹു സാഹിറുൻ, മുഹമ്മദ് നബി സാഹിറാണ്, സിഹ്ർ ചെയ്യുന്നവനാണ്, അത് മാരണക്കാരനാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ഒരു സാഹിറിന്റെ ചേഷ്ടകളും സാഹിറിന്റെ പ്രവർത്തികളും നമുക്കറിയാം. മുഹമ്മദ് നബി എന്തല്ല, സാഹിറല്ല. ഇനി മുഹമ്മദ് ഷാഹിറാണ്. മുഹമ്മദ് നബി എന്ത് ചെയ്യുന്നു? ഷീറാണ് പറയുന്നത്, കവിതയാണ്. ഞാനൊരു കവിയാണ്. വലീദ് പറയാണ്, ഞാനൊരു കവിയാണ്. കവിതയുടെ നീട്ടലും കുറക്കലും അതിന്റെ താളവും ഒക്കെ എനിക്കറിയാം. പക്ഷേ മുഹമ്മദ് ഓതുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എന്തല്ല, അതൊരു കവിതയല്ല. അപ്പൊ മുഹമ്മദ് നബി കദ്ദാബല്ല, ഷാഹിറല്ല, സാഹിറല്ല, കാഹിനല്ല, മജ്നൂനല്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു ഹലാവത്തുണ്ട്, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു മാധുര്യമുണ്ട്, അദ്ദേഹം ഒരു വശ്യതുണ്ട്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആര് പറയാണ്? വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന വ്യക്തി പറയാം. എത്രത്തോളം ചോദിച്ചാല് ആ കാലഘട്ടത്തില് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, മനസ്സിൽ ഇസ്ലാം ഉണ്ട് എന്നല്ലേ. പക്ഷെ എല്ലാം തകിടം മറിക്കുന്ന രൂപത്തിലേക്കാണ് അദ്ദേഹം പിന്നീട് ചെയ്യുന്നത്. ഈ മനുഷ്യന്റെ വാക്കിന് വേണ്ടി മക്കയിലെ ആളുകൾ കാതോർത്തിരിക്കുന്നുണ്ട്. ചില സാധാരണക്കാരായ ആളുകൾ പറഞ്ഞു, വലീദ് ഞങ്ങളോട് പറയാണ് മുഹമ്മദ് നബി യഥാർത്ഥ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം. വലീദ് ഞങ്ങളോട് പറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, അദ്ദേഹം കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശമാണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് സാധാരണക്കാരായ ആളുകൾ പറയാണ്. അപ്പൊ ചില സ്വഹാബത്തൊക്കെ പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിച്ചു പോയി, ഇപ്പൊ മക്ക മുഴുവനും ഇസ്ലാമിലേക്ക് വരും. കാരണം വലീദിന്റെ ഒരു വാക്കോടുകൂടി മക്ക മുഴുവനും ഇസ്ലാമിന്റെ കുടക്കീഴിലേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ ഈ വലീദ് എന്ത് ചെയ്യാണ്? പിന്നീട് ഇത് സംസാരിക്കുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് മുദ്ദസിറിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഇനി വലീദ് സംസാരിക്കാൻ പോണത് എന്നുള്ളത് എന്ത് ചെയ്യാണ്? അല്ലാഹു പറയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ദർനി വമൻ ഖലഖതു വഹീദ വജഅൽതു ലഹു മാലൻ മംദൂദ വബനീന ശുഹൂദ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്തു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ, ഞാൻ ഏകനായിക്കൊണ്ട് സൃഷ്ടിച്ചവനെ നീ വിട്ടേക്ക്. അഥവാ വലീദിന്റെ കാര്യം നബി നിങ്ങൾ നോക്കണ്ട, അവരെ വിട്ടേക്ക്. ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാണ്, ഐ മിൻ ബത്നി ഖറജ മിൻ ബത്നി ഉമ്മിഹി വഹ്ദഹു. ആ വലീദ് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന സമയത്ത് ഏകനായിട്ടാണ് വന്നിട്ടുള്ളത്. ലാ മാല വല വലദ, അദ്ദേഹത്തിന് അന്ന് ആ സമയത്ത് മക്കളില്ല, സമ്പത്തില്ല, ഒന്നുമില്ല. പിന്നെ ഈ കാണുന്ന സമ്പത്ത് മുഴുവനും കൊടുത്തത് ആരാണ്? റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് നബിയെ, വലീദിന്റെ കാര്യങ്ങൾ വിട്ടോളി, നിങ്ങളത് നോക്കണ്ട. എന്നാൽ അല്ലാഹു പറയാണ്, വജഅൽതു ലഹു മാലൻ മംദൂദ, സമൃദ്ധമായ സമ്പത്ത് ഞാൻ അവന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം ത്വബിരി റഹ്മഹുല്ലാഹ് പറയണ, വക്കീല പറയപ്പെടുന്നുണ്ട്, ഈ വലീദിന്റെ സമ്പത്തായിട്ട് പറയാണ് 100,000 ദീനാർ, 1,00,000 ദീനാറ് ആ മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്നു. 1,00,000 സ്വർണ്ണ നാണയങ്ങൾ ആ കാലഘട്ടത്തിൽ ആ മനുഷ്യന്റെ കയ്യിൽ, അത്രത്തോളം വലിയ ധനാഢ്യനാണ്. ഇങ്ങനൊക്കെ ഉണ്ടായിട്ടും ആ മനുഷ്യൻ എന്ത് ചെയ്തില്ല? ഇസ്ലാം സ്വീകരിച്ചില്ല. വബനീന ശുഹൂദ, സന്നദ്ധരായി നിൽക്കുന്ന സന്തതികൾ, എന്തിനും തയ്യാറായി നിൽക്കുന്ന മക്കൾ അദ്ദേഹത്തിനുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം കാണാൻ കഴിയും, അദ്ദേഹത്തിന് 10 മക്കൾ ഉണ്ടായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും 13 മക്കൾ. കേവലം ഒരു മക്കളല്ല, എന്തിനും പോന്ന തയ്യാറായി നിൽക്കുന്ന മക്കൾ. അതിലൊരു മകനാണ് ആര്? ഖാലിദ് ബിൻ വലീദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, സൈഫും മിൻ സുയൂഫില്ലാഹിൽ മസ്നൂൻ, അല്ലാഹുവിന്റെ ഊരപ്പെട്ട വാളുകളിൽ ഒരു വാള് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖാലിദ് റളിയല്ലാഹു അൻഹു. നമ്മൾ പഠിക്കണം, ആരാണ് ഖാലിദ്? അപ്പോൾ എന്തിനും സന്നദ്ധരായി നിൽക്കുന്ന മക്കൾ എന്ന് പറഞ്ഞില്ലേ? ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാണ്, നിങ്ങൾക്ക് നീതിയുടെ ചരിത്രം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഉമറിന്റെ ചരിത്രം വായിക്കുക,
ധീരതയുടെ പോരാട്ടത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയണോ? നിങ്ങൾ വായിക്കേണ്ടത് ഖാലിദിന്റെ ചരിത്രമാണ്. ഈ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് നുബുവത്ത് വാദിക്കുന്ന ഒരുപാട് ആളുകൾ പുറപ്പെടുന്നത്. ഇപ്പൊ മുസൈലിമത്തുൽ കദ്ദാബ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രവാചകത്വം വാദിച്ച പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും അതിലുണ്ട്. സിജാഹ് ബിൻതുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. നജിദിന്റെ ഭാഗത്തു നിന്നാണ് ആ സ്ത്രീ പുറപ്പെടുന്നത്. അവര് നേരെ മദീന ലക്ഷ്യം വെച്ച് പുറപ്പെടുകയാണ്. മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് മദീന ആക്രമിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടമാണ്. മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോ പല മുസ്ലിങ്ങളായ ഗോത്രത്തിലെ ആളുകളും ഇവരെ തടുക്കുന്നുണ്ട്. നിങ്ങൾ മുസ്ലിങ്ങളുമായി യുദ്ധം നടത്തരുത്, അത് തെറ്റാണ്, അത് പാടില്ല എന്ന രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം സിജാഹ് എന്ത് ചെയ്തു? പിന്നെ നേരെ യമാമയിലേക്ക് തിരിയുന്നു. യമാമയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. യമാമയിൽ ആരുണ്ട്? മുസൈലിമത്തുൽ കദ്ദാബ് ഉണ്ട്. യമാമയിൽ ആരുണ്ട്? മുസൈലിമത്തുൽ കദ്ദാബ്. മുസൈലിമത്തുൽ കദ്ദാബ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ പറഞ്ഞയച്ച് ഒരു യുദ്ധം കഴിഞ്ഞ് അതിന്റെ ക്ഷീണത്തിലാണ് ആര്? മുസൈലിമ. അപ്പൊ ഇനി രണ്ടാമതൊരു യുദ്ധം പെട്ടെന്ന് ആർക്ക് താങ്ങാൻ കഴിയില്ല? മുസൈലിമക്കും മുസൈലിമയുടെ സംഘത്തിനും സൈന്യത്തിനും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം പോയി യമാമ പിടിച്ചടക്കി, പിന്നീട് വലിയൊരു സൈന്യമായി വന്ന് മദീന പിടിച്ചടക്കാം എന്ന് സിജാഹും സിജാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും തീരുമാനിച്ചു. ഈ വിവരം ആരറിഞ്ഞു? യമാമക്കാരനായ പ്രവാചകത്വവാദി മുസൈലിമത്തുൽ കദ്ദാബ് അറിഞ്ഞു. മുസൈലിമത്തുൽ കദ്ദാബ് ഒരു ദൂതനെ പറഞ്ഞയക്കാണ് സിജാഹിന്റെ അരികിലേക്ക്. സിജാഹ് വന്നുകൊണ്ടിരിക്കുകയാണ് യമാമ ലക്ഷ്യം വെച്ച്. ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, പിന്നെ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എന്ത് ചെയ്യാം? പിന്നെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാം. രണ്ടുപേരുടെ ആഗ്രഹം എന്താണ്? ദുനിയാവിലെ സുഖങ്ങളും താല്പര്യങ്ങളാണ്. നമുക്ക് മുസ്ലിങ്ങളെ മുഴുവനും വധിച്ച് പിന്നീട് ലഭിക്കുന്ന ഭരണം അത് പകുതിയായിട്ട് എടുക്കാം. പകുതി നിനക്കും പകുതി എനിക്കും. ആ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നീ എന്റെ കൂടെ നിൽക്കുമോ? സിജാഹ് അതിന് സമ്മതിച്ചു. പിന്നെ വീണ്ടും ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ട് സിജാഹിനോട് ചോദിക്കാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിനക്കതിന് സമ്മതാണോ? അങ്ങനെ അവരുടെ കല്യാണം നടന്നു. സിജാഹും മുസൈലിമയും കല്യാണം നടന്നു. രണ്ടാളും പ്രവാചകത്വവാദികളാണ്. ഈ കല്യാണം നടന്ന് യമാമയിൽ ഇവർ ജീവിക്കുന്നുണ്ട് എന്നുള്ള വിവരം മദീനയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് മദീനയിൽ നിന്ന് ഒരു സേനാനായകന്റെ പുറകെ ഒരു പറ്റം സ്വഹാബിമാരെ യുദ്ധത്തിന് വേണ്ടി യമാമയിലേക്ക് പറഞ്ഞേക്കാണ്. ആ സേനാനായകന്റെ പേര് കേട്ടപ്പോഴേക്ക് സിജാഹ് കൂടി എന്നുള്ളതാണ്. ആ സേനാനായകന്റെ പേര് ഖാലിദ് ബിൻ വലീദ് എന്നുള്ള പേര് മാത്രമാണ്. ആ പേര് കേട്ടപ്പോഴേക്ക് എന്ത് ചെയ്തു? സിജാഹ് ഇവിടുന്ന് നാട് വിട്ടു. അത്രത്തോളം ധീരനായ സ്വഹാബിയായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ചില പുതു മുസ്ലിങ്ങളായ ആളുകൾ പറയാൻ തുടങ്ങി, ഖാലിദ് ഒരു യുദ്ധത്തിലുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ പരാജയമല്ല, ഖാലിദ് ഒരു യുദ്ധത്തിലുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ പരാജയമല്ല എന്ന് പോലും ആളുകൾ പറയുമാറ് വിജയങ്ങൾ ലഭിച്ച സ്വഹാബിയായി ഖാലിദ് റളിയല്ലാഹു അൻഹു മാറി. പക്ഷെ അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വിരിപ്പിൽ കടന്നിട്ടാണ്. അദ്ദേഹത്തിന്റെ മരണാസന്നായപ്പോൾ സ്വഹാബത്ത് കാണാൻ ചെന്നു. അപ്പൊ ആളുകൾ ചെന്ന സമയത്ത് ഇദ്ദേഹം കരയാണ്. സ്വഹാബത്ത് സമാധാനിപ്പിക്കുന്നുണ്ട്, ഖാലിദ് താങ്കൾ എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പോരാടിയ വ്യക്തിയാണ് താങ്കൾ. ഈ വാള് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഊരപ്പെട്ട വാളുകളിൽ ഒരു വാള് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ താങ്കൾ എന്തിനാണ് കരയുന്നത്? അതിന് ഖാലിദ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഞാൻ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ആ യുദ്ധത്തിലൊക്കെ ഞാൻ മരണം കൊതിച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്തിട്ടില്ല? ആ യുദ്ധങ്ങളിൽ ഒന്നും മരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് പ്രായമെത്തിയ ഒട്ടകം അതിന്റെ ആലയിൽ ചത്തു വീഴുന്നത് പോലെ ഞാൻ എൻ്റെ വിരിപ്പിൽ കടന്നിട്ട് മരണപ്പെടുന്നത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം നമുക്ക് കാണാൻ കഴിയും. വനീന ഷുഹൂദ, എന്തിനും തയ്യാറായി നിൽക്കുന്ന മക്കളെ ഈ വലീദിന് ആര് നൽകിയിട്ടുണ്ട്? അള്ളാഹു നൽകിയിട്ടുണ്ട്, അല്ലെ? ഒന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ വലീദ് ബിൻ വലീദ്. പാപ്പാന്റെ പേരും വലീദ് എന്നാണ്, മകന്റെ പേരും വലീദ്. അങ്ങനെ ഒരു മകനെയൊക്കെ അദ്ദേഹം പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മക്കളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് നൽകിയിട്ടും പക്ഷെ അയാൾ എന്ത് ചെയ്യാണ്? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, ഇന്നഹു ഫക്കറ വഖദ്ദർ. അവൻ എന്ത് ചെയ്യാണ്? അങ്ങനെ ആലോചിക്കാണ്, വേണോ ഇസ്ലാമിലേക്ക് പോകണോ? അപ്പൊ ഇത്ര കാലം സ്വീകരിച്ചു വന്ന ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും ആളുകൾക്കിടയിൽ കിട്ടിയിരുന്ന അഭിമാനമൊക്കെ നഷ്ടപ്പെടും. ഇതിങ്ങനെ ചിന്തിക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? മനുഷ്യൻ പറയാണ്, ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ. അതിനാൽ അവൻ നശിക്കട്ടെ. എങ്ങനെയാണ് അവൻ കണക്കാക്കിയത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സുമ്മ നളർ, പിന്നീട് അവൻ നോക്കി, സുമ്മ അബസ വബസർ, പിന്നീട് അവന്റെ മുഖം ചുളിക്കുകയും അവന്റെ മുഖം കറുപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയാണ് സുമ്മ അദ്ബറ വസ്തക്ബർ, അവന്റെ മുഖത്ത് വരുന്ന ആ ഭാവമാറ്റങ്ങൾ പോലും, ആ എക്സ്പ്രഷൻസ് പോലും അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. ഇതിങ്ങനെ ആലോചിച്ചു, ഇസ്ലാം മതം വിട്ട് ആളുകളൊക്കെ കാത്തിരിക്കുകയാണ് വലീദിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ ഇസ്ലാമാണ് യഥാർത്ഥ മതം എന്ന് പറഞ്ഞാൽ ഇത്ര കാലം ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും അഭിമാനവും ഒക്കെ നഷ്ടപ്പെടും. അപ്പൊ ആ മനുഷ്യന്റെ മുഖം തിരിച്ച്, ആ മുഖം ചുളിച്ച്, മുഖം കറുപ്പിച്ച് അവൻ എന്ത് ചെയ്യാണ്? പിന്തിരിഞ്ഞു കളയാണ്, അഹങ്കരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളയാണ്. എന്നാൽ അവൻ പറഞ്ഞ വാക്കെന്താണ്? ഈ ഒരു വാക്കെന്താണ്? ഇതൊരു സിഹർ മാത്രമാണ്, ഇതൊരു മാരണക്കാരന്റെ സംസാരം മാത്രമാണ്. ഇതൊരു മനുഷ്യന്റെ വാക്ക് മാത്രമാണ്, ഇത് അള്ളാഹിന്റെ വാക്കൊന്നുമല്ല, ഇത് അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥമൊന്നുമല്ല, ഇതൊരു മനുഷ്യന്റെ വാക്ക് മാത്രമാണ്. ഒരു സാഹിറായ മാരണക്കാരനായ ഒരു മനുഷ്യന്റെ വാക്ക് മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ മനുഷ്യൻ പറയണം. ഒന്ന് ആലോചിച്ച് നോക്കാണ്, ഈ മനുഷ്യന്റെ ആദ്യകാലം നോക്കുമ്പോൾ ഈ മനുഷ്യൻ എന്തായാലും ഇസ്ലാം സ്വീകരിക്കുന്ന കരുതിയ ആളുകളാണ്. ഇയാളുടെ വാക്കിന് വേണ്ടി മക്ക മുഴുവനും കാതോർത്തിരിക്കുകയാണ്. പക്ഷെ അവൻ എന്ത് ചെയ്യാണ്? പിന്തിരിഞ്ഞു കളയാണ്. ഇയാളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സഉസ്ലീഹി സഖർ, വഴി അവൻ സക്കറിൽ കടന്നെരിയും. വമാ അദ്റാക മാ സഖർ, എന്താണ് സക്കർ എന്ന് നിങ്ങൾക്കറിയോ? ലാ തുബ്ഖീ വലാ തദർ, ഒന്നും ബാക്കിയാക്കാത്ത, ഒന്നും വിട്ടുകളയാത്തതാണ് നരകം. ആ സക്കറിൽ ഈ വലീദ് ബിൻ മുഗീറ കടന്നെരിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ പറഞ്ഞു വന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധന സമയത്ത് നബിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയത് ഈ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാരാണ്? ഈ വലീദ് ബിൻ മുഗീറയാണ്. കാരണം ഈ മനുഷ്യന് ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ സ്വീകരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ഒരു മനസ്സൊന്നൊരു അല്പം ചാഞ്ഞു നിൽക്കുന്ന ആളുകളുടെ അരികിൽ പോയിട്ടാണ് പറയുന്നത് ഈ മുഹമ്മദിന്റെ സംസാരം അതൊരു സിഹിറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊരു സാഹിറാണ്, മാരണക്കാരനാണ്, ഇതൊരു ഒരു മനുഷ്യന്റെ വാക്ക് മാത്രമാണ്, അതല്ലാതെ ഇത് റഹ്മാനും റഹീമുമായ റബ്ബിന്റെ വാക്കൊന്നുമല്ല, ഇത് അള്ളാഹുവിന്റെ കലാമൊന്നുമല്ല എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ പ്രയാസങ്ങൾ ഇട്ട ആളുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാരുണ്ട്? ഈ വലീദ് ബിൻ മുഗീറയുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ടാക്കിയ ആളുകളിൽ ഒരാളായിരുന്നു അബൂജഹൽ. ഈ അബൂജഹൽ എന്ത് ചെയ്യും? ഉഖാദയിലും മജന്നയിലും മുസുൽ മജാസിലും പോയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങാടിയിൽ നിൽക്കുന്ന ആളുകളോട് പോയിട്ട് പറയും, ഇപ്പോ എൻ്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് ഇവിടേക്ക് വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് കദ്ദാബാണ്, പെരുങ്കള്ളനാണ്, മുഹമ്മദ് മജ്നൂനാണ്, ഭ്രാന്തനാണ്, മുഹമ്മദ് സാഹിറാണ്, അതുകൊണ്ട് മുഹമ്മദിന്റെ സംസാരം നിങ്ങൾ ആരും കേൾക്കരുത് എന്ന് നബി എത്തുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് ഈ അബൂജഹൽ പറയാണ്. എത്രത്തോളം ചോദിച്ചാൽ തുഫൈൽ ബിൻ അംർ അദ്ദൗസി എന്ന് പറയുന്ന ഒരു സ്വഹാബി, ഈ സ്വഹാബിന്റെ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വളരെ പ്രഗത്ഭനായ ഒരു സ്വഹാബി അല്ല, പ്രഗത്ഭനായ സ്വഹാബി അല്ല. പക്ഷെ പ്രഗത്ഭനായ സ്വഹാബിക്ക് ദീന് കിട്ടാൻ കാരണക്കാരനായത് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ ഈ സ്വഹാബിയാണ്. ഏതാണ് സ്വഹാബി? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദീന് കിട്ടാൻ അള്ളാഹുവിന്റെ ഇറാദത്ത് ലഭിച്ചപ്പോൾ അതിന് കാരണക്കാരനായത് ആരാണ്? തുഫൈൽ ബിൻ അംർ അദ്ദൗസി എന്ന് പറയുന്ന സ്വഹാബിയാണ്. ഈ തുഫൈൽ ബിൻ അംർ അദ്ദൗസി ഒരിക്കൽ അദ്ദേഹം ഇസ്ലാമിലല്ല, ഇസ്ലാമിന്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വന്നു. ശരിക്കും ശ്രദ്ധിക്കണേ, ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വന്നു. മക്കയിൽ വന്ന ഉടനെ തന്നെ ഖുറൈശികളായ ആളുകൾ ഈ തുഫൈലിന്റെ കൂടെ കൂടി. തുഫൈൽ ആ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രത്തിലൊക്കെ നല്ല കഴിവുള്ള ആളാണ്, തിബിലൊക്കെ നല്ല അറിവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഈ തുഫൈലിന്റെ കൂടെ കൂടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം, കഅബാലയത്തിന്റെ ഉള്ളില് മുഹമ്മദ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യന്റെ ചതിയിലും കുതന്ത്രത്തിലും നിങ്ങൾ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം പഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്, അത് ചെവിയിൽ തിരികാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തിരികിട്ടാണ് ആര് പോണത്? തുഫൈൽ ബിൻ അംർ അദ്ദൗസി എന്ന് പറയുന്ന വ്യക്തി കഅബാലയത്തിന്റെ ഉള്ളിൽ ചെല്ലുന്നത്. അദ്ദേഹം പറയാണ്, കഅബാലയത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഫലമ്മാ ദഹബൽ കഅബ ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഇൻദൽ കഅബ. റസൂലുള്ളാഹി കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നിസ്കരിക്കുന്നുണ്ട്. ഞാൻ നബിന്റെ അരികിൽ പോയി നിന്നു.
എനിക്ക് വല്ലാത്ത ആശ്ചര്യം. ആളുകളൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് മുഹമ്മദിന്റെ അരികിലേക്ക് പോയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ചതിയിൽ കൊടും, അദ്ദേഹത്തിന്റെ കുതന്ത്രത്തിൽ കൊടും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? എനിക്ക് അതിലൊരു താല്പര്യം തോന്നി. അങ്ങനെ നബിയുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നബി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തുഫൈൽ കണ്ടു. തുഫൈൽ കണ്ടിട്ട് തുഫൈൽ ചോദിക്കുകയാണ്, മുഹമ്മദേ ഇന്ന ഖൗമക ഖദ് ഖാലൂ കദാ വകദാ, തീർച്ചയായും താങ്കളുടെ സമൂഹം എന്നോട് ഇന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. താങ്കൾ അരികിൽ വരരുത്, താങ്കളോട് സംസാരിക്കരുത്, താങ്കളിൽ നിന്ന് ഒന്നും കേൾക്കരുത്, താങ്കൾ പുത്തൻവാദിയാണ്, സാഹിറാണ്, മജ്നൂനാണ് എന്നൊക്കെ പറഞ്ഞു. എന്താണ് താങ്കൾ പറയുന്നത്? അപ്പൊ ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒന്നും പറഞ്ഞില്ല. ഫതലാ അലൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ചില ആയത്തുകൾ മാത്രം ഓതി കൊടുത്തു. ഖുർആനിലുള്ള കുറച്ച് ആയത്തുകൾ മാത്രം ഓതി കൊടുത്തു. ഫഖാല, ഈ ഖിറാഅത്ത് കേട്ടപ്പോ, നബിയുടെ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ ഫഖാല, അദ്ദേഹം പറയണം, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, മാ സമിഅതു ഖൗലൻ ഖത്തുൻ അഹ്സന മിൻഹു, ഇതിനേക്കാൾ മനോഹരമായ ഒരു വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. തുഫൈൽ പറയാണ്, ഇതിനേക്കാൾ അഹ്സന, ഏറ്റവും നല്ലൊരു വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര കാലമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ആര് ഇസ്ലാം മതം സ്വീകരിക്കാണ്? തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹം നേരെ ദൗസ് ഗോത്രത്തിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഗോത്രമാണ് തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി എന്ന് കണ്ടില്ലേ? ദൗസാണ് അദ്ദേഹത്തിന്റെ ഗോത്രം. അദ്ദേഹത്തിന്റെ ധാരണ, അദ്ദേഹം ചെന്ന് ദൗസ് ഗോത്രത്തോട് അങ്ങോട്ട് പറയുമ്പോഴേക്കും എല്ലാ ആളുകളും ഇസ്ലാം സ്വീകരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം പോയിട്ട് എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം. അദ്ദേഹത്തിന്റെ പിതാവും ഭാര്യയും മാത്രം ഇസ്ലാം മതം സ്വീകരിച്ചു. ദൗസ് ഗോത്രത്തിൽ വേറെ ആരും സ്വീകരിച്ചില്ല. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം തുഫൈൽ റസൂലുള്ളാഹിനെ കാണാൻ വരികയാണ്. ഖദിമ തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി, തുഫൈൽ എന്ത് ചെയ്തു? നബിനെ കാണാൻ വേണ്ടി മദീനത്ത് എത്തുന്ന സമയത്താണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ദൗസൻ അസദ്, നബി എന്ത് ചെയ്തിട്ടുണ്ട്? ദൗസ് ഗോത്രം തെറ്റിപ്പോയിട്ടുണ്ട്, അവർ ഇസ്ലാം മതം സ്വീകരിക്കണില്ല, അവര് നിരസിക്കാണ്. നോക്കി. എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, ഫദുല്ലാഹ അലൈഹ, റസൂല് താങ്കൾ അവർക്കെതിരെ പ്രാർത്ഥിക്കണം. ദൗസ് ഗോത്രത്തിനെതിരെ താങ്കൾ പ്രാർത്ഥിക്കണം. കേവലം 1, 2, 3 കൊല്ലം പോയിട്ട് അവരുടെ തൗഹീദ് പറഞ്ഞു, അവർ സ്വീകരിക്കാതെ വന്നപ്പോഴേക്കും ഈ മനുഷ്യന്റെ മനസ്സ് മടുത്തു. വർഷങ്ങളോളം തൗഹീദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോ നബിയോട് വന്നിട്ടാണ് പറഞ്ഞത്, നബിയെ, അവര് ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല, നിങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയാണ്, ഹലകത്ത് ദൗസ്, ദൗസ് ഗോത്രത്തെ അപ്പം നശിക്കാൻ പോവുകയാണ്. ദൗസ് ഗോത്രത്തിന്റെ മേലെ ഇപ്പൊ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങാൻ പോകും. കാരണം അള്ളാഹിന്റെ റസൂൽ കൈ ഉയർത്തി. ആ പ്രാർത്ഥന എന്തായാലും അള്ളാഹു സ്വീകരിക്കും. എന്നിട്ട് നബി പ്രാർത്ഥിച്ച വാക്ക് എന്താണ്? അല്ലാഹുമ്മ ഹ്ദി ദൗസൻ, അള്ളാഹുവേ ദൗസ് ഗോത്രത്തെ നീ ഹിദായത്തിലാക്കുക, ദൗസ് ഗോത്രത്തെ നീ ഹിദായത്തിലാക്കുക എന്ന രൂപത്തിൽ അർത്ഥം വരുന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. പിന്നീട് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയി. ആരെ? തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി എന്ന് പറയുന്ന സ്വഹാബി നാട്ടിലേക്ക് പോയി ദഅവത്ത് ചെയ്തു. ആളുകൾ മുഴുവനും ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാഗത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അബൂജഹലും കൂട്ടരും പോയിട്ട് പറയും, മുഹമ്മദ് നബിന്റെ വാക്ക് കേൾക്കരുത്, അദ്ദേഹം ഭ്രാന്തനാണ്, അദ്ദേഹം പുത്തൻവാദിയാണ് എന്ന് നബി എത്തുന്നതിന് മുമ്പ് തന്നെ ഓരോ സദസ്സിലും പോയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാണ്. ഇങ്ങനെയുള്ള ഓരോ പണികളും അവർ ചെയ്തു. അതേപോലെ തന്നെ നബിക്കെതിരെ ആ കാലഘട്ടത്തിൽ പ്രയാസപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അന്നദർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ മനുഷ്യനെ കുറിച്ച് ചരിത്രം പറയുന്നത് ഖുറൈശികളുടെ പിശാചുക്കളിൽ കൂട്ടത്തിൽപ്പെട്ട ഒരു പിശാച് എന്നുള്ളതാണ്. ശരിക്കും മനുഷ്യനാണ്, പക്ഷെ അത്ര പിശാചിന്റെ എല്ലാ പ്രവർത്തനവും ആരുടെ കയ്യിലുണ്ട്? ഈ നദർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ഉഖാദയിലും ദുൽമജന്നയിലും ദുൽമജാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാല് മക്കയിൽ അറിയപ്പെട്ട അങ്ങാടികളാണ്. ഓരോ അങ്ങാടിയിൽ പോയിട്ട് ആളുകൾ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആളുകളെയും കൂട്ടിയിട്ട് അവർക്ക് ഖുർആൻ ഓതി കൊടുക്കും. ഖുർആൻ ഓതി കൊടുക്കുന്ന സമയത്ത് ആളുകളൊക്കെ ഈ ഒരു സംസാരത്തിൽ എന്ത് ചെയ്യണം? ആ ഖുർആനിന്റെ ആയത്തിന്റെ വശ്യതയിൽ അതിങ്ങനെ കേട്ട് നിൽക്കുന്ന സമയത്ത് ഈ നദർ ബിൻ ഹാരിസ് എണീക്കും. നദർ ബിൻ ഹാരിസിന്റെ പ്രത്യേകത, പേർഷ്യൻ കഥകൾ നന്നായി പറയാൻ കഴിയുന്ന ഒരാളാണ്. കഥകള് മറ്റുള്ള ആളുകൾക്ക് നന്നായിട്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അന്നദർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി. ഇയാൾ എന്ത് ചെയ്യും? റുസ്തമിന്റെയും അസ്ഫൻദിയാറിന്റെ ഒക്കെ പറയുന്ന ചക്രവർത്തിമാരുടെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കും. പഴയ വീര കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഈ കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് ആളുകളോട് ചോദിക്കണം, വയഖൂലു അന അഹ്സനു ഹദീസൻ മിൻഹു,
മുഹമ്മദ് നബിയേക്കാൾ ഏറ്റവും നന്നായി സംസാരിക്കേണ്ടത് എനിക്കല്ലേ? മുഹമ്മദ് നബി കേവലം കുറെ ആയത്തെ ഓതുന്നുള്ളൂ. ഞാൻ അതിനേക്കാൾ കേൾക്കാൻ ഭംഗിയുള്ള വീരകഥകൾ, റുസ്തമിന്റെ ഒക്കെ വീരകഥകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കേട്ടോളി. എന്നിട്ട് പറയാണ് വമാ ഹദീസുഹു, മുഹമ്മദ് നബിയുടെ സംസാരം എന്താണ്? ഇല്ലാ സാതിറുൽ അവ്വലീൻ, അതൊക്കെ കെട്ടുകഥകളാണ്. മുഹമ്മദ് നബി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കെട്ടുകഥകളാണ്. അതല്ലാതെ ഖുർആനിന്റെ ആയത്തോ അള്ളാഹുവിൽ നിന്നുള്ള കലാമോ ഒന്നുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ പോയിട്ട് പറയുമ്പോഴും പുറകെ ആര് വരും? ഈ നദർ ബിൻ ഹാരിസ് വന്ന് നബി ഖുർആൻ ഓതി ആളുകളൊന്ന് മാറിയിട്ട് തോന്നിയാൽ അപ്പൊ ഇയാൾ എണീക്കും. എന്നിട്ട് എന്ത് ചെയ്യും? റുസ്തമിന്റെ വീര കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയും ഇതേ കഥകൾ തന്നെ ഞാനും പറയണത്, പക്ഷേ മുഹമ്മദിനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കഥകൾ പറയാൻ കഴിവുള്ളത് ഞാനാണ്. മുഹമ്മദ് നബി പറയുന്ന വാക്കുകൾ മുഴുവനും കെട്ടുകഥകളാണ്, അതല്ലാതെ ഖുർആനിന്റെ ആയത്തല്ല, അള്ളാഹുവിന്റെ കലാമല്ല എന്ന് ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കിയാല് ഈ നദർ ബിൻ ഹാരിസ്. അവസാനമായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, പിന്നീട് ഒരുപാട് രൂപത്തിൽ ഈ ഖുറൈശികളായ ആളുകൾ ഈ ഒരു ദഅവത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കി. അബൂ താലിബിന്റെ അരികിൽ പോയി, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവർ സംസാരിച്ചു. അബൂ ജഹൽ ഇടപെട്ടു, വലീദ് ഇടപെട്ടു, നദർ ബിൻ ഹാരിസ് ഇടപെട്ടു. എന്ത് ചെയ്തിട്ട് തീർന്നില്ല, ദഅവത്ത് അവസാനിക്കണില്ല. അവസാനം അവരുടെ ശൈലി മാറി. അവർ ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർ മുഴുവനും മക്കയിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് ഒരുമിച്ച് കൂടിയിട്ട് പറയാണ്, അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഫലങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇതിലൊന്നും ലഭിക്കണില്ല. അപ്പൊ അവരുടെ ശൈലി മാറ്റാണ്. ഇനി എന്ത് ചെയ്യാം? മൃഗീയമായി കൊണ്ട് ദ്രോഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടുന്ന ആളുകളെ മൃഗീയമായി കൊണ്ട് മർദ്ദിക്കണം. ആ മർദ്ദനം പേടിച്ചിട്ട് എന്ത് ചെയ്യണം? ആളുകൾ ഇസ്ലാം മതം വിട്ടു പോകണം എന്ന് ഇസ്ലാമിന്റെ നബിക്ക് നബൂവത്ത് കിട്ടിയതിന്റെ 4-ാം വർഷം അവർ മർദ്ദനങ്ങൾ തുടങ്ങി. അബൂജഹലും കൂട്ടരും ചെയ്തത് എന്താണെന്നറിയോ? 2 രീതിയിലാണ് അബൂജഹൽ ചെയ്തത്. ഒന്ന്, സമ്പത്തുള്ള ആളുകൾക്കിടയിൽ സ്ഥാനമാനങ്ങളുള്ള ആരെങ്കിലും മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചു എന്ന് കേട്ടാൽ അബൂജഹലും കൂട്ടരും പോകും. എന്നിട്ട് പറയും, നിങ്ങൾ നല്ല സമ്പത്തുള്ള ആളാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനമാനങ്ങളുള്ള ആളാണ്, നിങ്ങൾ മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻ ആദർശം സ്വീകരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് പോകും, നിങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടാകും, അതുകൊണ്ട് പഴയ ആദർശത്തിലേക്ക് വരണം എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ വീണ്ടും പഴയതിലേക്ക് കൊണ്ടുവരും. എന്നാൽ ദരിദ്രന്മാരായ, ദുർബലന്മാരായ, അടിമകളായ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചാലോ മൃഗീയമായി അവരെ ദ്രോഹിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ അറിയപ്പെട്ട വലിയ സമ്പത്തുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. പക്ഷെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അഫ്ഫാനിന്റെ സഹോദരൻ എന്ത് ചെയ്യാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്താണ്. എന്താ ചെയ്തത്? ആ മനുഷ്യൻ ഈത്തപ്പനയുടെ ഓലയുടെ ഒരു പായ കൊണ്ടുവന്നു. ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പായ കൊണ്ടുവന്ന് അതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പൊതിഞ്ഞു. എന്നാൽ അതിന്റെ അടിഭാഗത്ത് തീ കത്തിച്ചിട്ട് ആ തീന്ന് വരുന്ന പുകല്ലേ, അത് ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശ്വസിക്കാൻ വേണ്ടി നിർബന്ധിക്കാണ്. അപ്പോ ശ്വാസം കിട്ടാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രക്തം ഛർദ്ദിക്കാണ്. ഒന്നാലോചിച്ച് നോക്കാണ്, ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ പായ കൊണ്ട് പൊതിഞ്ഞ് അതിന്റെ അടിഭാഗം തീ കത്തിച്ച് അതിന്ന് വരുന്ന ആ ഒരു പുക ശ്വസിക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധം പറഞ്ഞു. വേറെ വഴിയില്ല, അദ്ദേഹം അതിന്റെ ഉള്ളിൽ പടയാണ്. അവസാനം ശ്വാസം കിട്ടാതെ അദ്ദേഹം രക്തം ഛർദ്ദിച്ചു എന്നുള്ളതാണ്. പിന്നീട് അതിൽ നിന്നും അദ്ദേഹം ചെയ്യണില്ല, മാറുന്നില്ല. രണ്ടാമത് അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നേരെ ഒരു ചെങ്ങല കൊണ്ടുവന്നു. ആ ചെങ്ങല അദ്ദേഹത്തിന്റെ കയ്യിലും കാലിലൊക്കെ ബന്ധിച്ച് ഒരു തൂണിൽ കെട്ടിയിട്ടു. അദ്ദേഹത്തിന്റെ വീട്ടിലെ തൂണിൽ കെട്ടിയിട്ടു. ആ തൂണിൽ കെട്ടിയിട്ട് പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം പിതൃ സഹോദരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ കെട്ടിയിട്ട് ഈ ചെങ്ങലകൾക്ക് തുരുമ്പ് ബാധിച്ചാലും ഞാൻ എന്റെ ആദർശം വിട്ടു മാറൂല എന്നുള്ളതാണ്. അപ്പോഴാണ് പിതൃ സഹോദരൻ മനസ്സിലായത്, എന്തെന്നെ ചെയ്തിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാറൂല, അങ്ങനെ അദ്ദേഹത്തെ വിട്ടയക്കാണ്. പക്ഷേ അതിനുശേഷം വന്ന ആളുകൾക്ക് അങ്ങനെ ആയിരുന്നില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് ബിൻ ഖലഫ് മൃഗീയമായിട്ടാണ് ദ്രോഹിക്കുന്നത്. ചരിത്രത്തിൽ കാണാൻ കഴിയും, 3 രൂപത്തിലായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ദ്രോഹിച്ചത്. 3 രൂപത്തിലാണ്. ഒന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാല് ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നഗ്നനാക്കി കടത്തും.
നഗ്നനാക്കി നിർത്തിയിട്ട് ചുട്ടുപഴുപ്പിച്ച പടയങ്കി, യോദ്ധാക്കളായ ആളുകൾ യുദ്ധത്തിൽ ശത്രുവിന്റെ വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി ധരിക്കുന്നതാണ് ആ അങ്കി, ആ പടയങ്കി. അത് ഇരുമ്പാണ്, അത് തീയിലിട്ട് ചുട്ടുപഴുപ്പിക്കും. അത് പഴുപ്പിച്ചതിന് ശേഷം നഗ്നനാക്കിയ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ പതിപ്പിച്ച് അത് കെട്ടിയിടും. പിന്നീട് അത് ഊരുന്ന സമയത്ത് എന്താ ഉണ്ടാകുക അറിയോ? ഈ മനുഷ്യന്റെ തോലും പറിച്ചിട്ടായിരിക്കണം അത് കിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിന്റെ വേദന എത്ര ആയിരിക്കുന്നത്. അഥവാ ചുട്ടു പഠിപ്പിച്ച അങ്കി അത് ശരീരത്തിലേക്ക്, നഗ്നനാക്കിയ ശരീരത്തിലേക്ക് പതിപ്പിച്ച് അത് ഊരണമെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ മാംസവും അദ്ദേഹത്തിന്റെ തോലും കൂടി പറിച്ചാലേ ആ അങ്കി പുറത്തേക്ക് കിട്ടുള്ളൂ. അങ്ങനെ പീഡിപ്പിച്ചു. അതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ അദ്ദേഹത്തെ നിർത്തും. എന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കൂല. അദ്ദേഹം വെള്ളത്തിന് വേണ്ടി കെഞ്ചുന്ന സമയത്ത് മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പും. വെള്ളത്തിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്ന് നമസ്കരിക്കാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ നമസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ 2-3 കുപ്പി വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യനെ മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് ആ മനുഷ്യനെ പിന്നീട് വെള്ളം കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സങ്കടം അത്ര. അതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മക്കയിൽ തെമ്മാടികളായ ചില ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളുടെ കയ്യിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ ഒരു കയറിട്ട് ആ കയറിന്റെ അറ്റം, അതിന്റെ രണ്ടാമത്തെ ഭാഗം ഈ തെമ്മാടികളായ ആളുകളുടെ കയ്യിലേക്ക് ഉമ്മയ്യ വലിച്ചെറിയും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് മുഴുവനും ബിലാലിന്റെ ശരീരത്തിൽ നിങ്ങൾ ചെയ്യുക. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ബദ്ദാഹിന്റെ മലമടക്കുകളിൽ, അഥവാ ഇന്ന് ആയിഷ പള്ളി നിൽക്കുന്ന ഭാഗല്ലേ, ആ ഭാഗത്ത് പിന്നെ ഒരു കുന്നുണ്ടായിരുന്നു. ആ ബദ്ദാഹിന്റെ മലമടക്കുകളിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മലർത്തി കടത്തി നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ച് അദ്ദേഹത്തോട് പറയും, ബിലാൽ ബിലാൽ നീ ലാത്തനെ വിളിക്ക, നീ ഉസ്സനെ വിളിക്ക, എങ്കിൽ നീ സ്വതന്ത്രനാണ്. ഒരു അടിമയുടെ ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം സ്വതന്ത്രനാകുക എന്നുള്ളതാണ്. നിനക്ക് സ്വതന്ത്രനാകാൻ കഴിയും, നീ ലാത്തനെ വിളിച്ചാൽ മതി, നീ ഉസ്സനെ വിളിച്ചാൽ മതി. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചത് അഹദ് അഹദ് എന്നുള്ളതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ബിലാൽ നിങ്ങൾ അന്ന് പറഞ്ഞത് അല്ലാഹു അഹദ്, അഹദ് അഹദ് എന്നുള്ളത് മാത്രമാണ്, എന്താണ് അന്ന് അങ്ങനെ പറയാനുള്ള കാരണം? അതിന് ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, എനിക്ക് അന്ന് അറിഞ്ഞ ഏക അറിവ് എന്റെ റബ്ബ് ഏകനാണ് എന്നുള്ളതാണ്. വേറൊന്നും എനിക്കറിയില്ല, എന്റെ റബ്ബ് ഏകനാണെന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതാണ് ഞാൻ അവരെന്നെ മൃഗീയമായി കൊണ്ട് പീഡിപ്പിച്ചപ്പോഴും അത് ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഇസ്ലാമിന്റെ തുടക്കത്തിൽ 7 പേരുണ്ടായിരുന്നു. ആ 7 പേർക്ക് ഒന്ന് റസൂലുള്ളാഹിയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഒന്ന് റസൂലുള്ളാഹിയാണ്, 2 അബൂബക്കറാണ്, 3 അമ്മാറാണ്, അതേപോലെ തന്നെ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ സുമയ്യയാണ്, സുഹൈബാണ്, ബിലാലാണ്, മിഖ്ദാദാണ്. ഇങ്ങനെ 7 പേരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്ലാമിന്റെ തുടക്കത്തിൽ എനിക്ക് സംരക്ഷണം നൽകിയത് എന്റെ പിതാവിന്റെ സഹോദരൻ അബൂ താലിബാണ്. അബൂ താലിബ് ഉണ്ടായതുകൊണ്ട് ഒരു ശത്രു എന്നെ മൃഗീയമായി കൊണ്ട് ദ്രോഹിച്ചിട്ടില്ല. എനിക്ക് സംരക്ഷണം നൽകിയത് അബൂ താലിബാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സംരക്ഷണം കൊടുത്തത് അദ്ദേഹത്തിന്റെ ഗോത്രമാണ്. ആ നാട്ടിൽ അറിയപ്പെട്ട ഗോത്രത്തിലാണ് ആര് ജനിക്കണത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനിക്കണത്. ആ ഗോത്രക്കാർ അദ്ദേഹത്തിന് പിന്നെ സംരക്ഷണം കൊടുത്തു. പക്ഷേ ബാക്കിയുള്ള 5 പേർ, ഒന്ന് മിഖ്ദാദാണ്, അതേപോലെ തന്നെ സുഹൈബാണ്, അമ്മാർ, സുമയ്യ, ബിലാൽ എന്ന് തുടങ്ങുന്ന 5 ആളുകൾ. ഈ 5 ആളുകളും അടിമകളാണ്. ഈ 5 ആളുകളും ദരിദ്രന്മാരാണ്. ഈ 5 ആളുകളും നിരാലംബരായ ആളുകളാണ്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ മൃഗീയമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. ഇതിൽ ശ്രദ്ധിക്കണേ, ഈ 5 ആളുകളുടെ കൂട്ടത്തിൽ 4 പേര് പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ, ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏൽക്കാൻ കഴിയാത്ത രൂപത്തിൽ വേദന സംഭവിച്ചപ്പോ ഈ 5 ആളുകളിൽ 4 പേര് എന്ത് ചെയ്തു? മനസ്സോടെ ശിർക്കിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ശിർക്കിന്റെ വാക്ക് അവര് വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പ് പൊട്ടിക്കരയാണ്. റസൂലെ ആഗ്രഹിച്ചിട്ടല്ല, ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന വേദനയേക്കാൾ കൂടുതൽ വേദന വന്നപ്പോ അറിയാതെ നാവുന്ന് ശിർക്കിന്റെ വാക്ക് വന്നു, റസൂലെ ഞങ്ങൾ ദീനിൽ തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റസൂൽ പറഞ്ഞില്ല, നിങ്ങൾ മനഃപൂർവ്വമല്ലല്ലോ, അറിയാതല്ലേ, നിങ്ങൾ തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ 4 പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏത് പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും
ഏത് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും അതിന്ന് അണുകിട വ്യതിചലിക്കാതിരുന്നത് എന്റെ ബിലാലാണ്. ബിലാൽ ഇബ്നു റബാഹ് എന്ന് പറയുന്ന ആ സ്വഹാബി എങ്ങനൊക്കെ പീഡിപ്പിച്ചിട്ടും എങ്ങനൊക്കെ മർദ്ദിച്ചിട്ടും നാവുന്ന് ശിർക്കിന്റെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്ത് വന്ന് ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന വ്യക്തി വന്ന് അദ്ദേഹത്തെ അടിക്കണത് എങ്ങനെ? ചെരിപ്പൂരിയിട്ടാണ്. ചെരിപ്പൂരി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്താണ് അടിക്കണത്. സ്വഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ പിടിച്ചു മാറ്റിയപ്പോ അബൂബക്കറിന്റെ മുഖം വീർത്തിട്ടുണ്ട്. ആ രൂപത്തിൽ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ അമ്മാറും യാസുറും സുമയ്യയും. അമ്മാർ ബിൻ യാസുറും അതേപോലെ തന്നെ പിതാവായ യാസുറും ഉമ്മയായ സുമയ്യയും, ഇവര് മൂന്നും ബനു മഖ്സൂം ഗോത്രത്തിലെ അടിമകളാണ്. എന്നർത്ഥം പറഞ്ഞു, അബൂജഹലിന്റെ ഗോത്രമാണ് ബനു മഖ്സൂം. ആ ഗോത്രത്തിലെ അടിമകളാണ് അമ്മാർ, യാസുർ, സുമയ്യ. പിന്നെ അവരുടെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനൊക്കെ ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ പറ്റുമോ അങ്ങനൊക്കെ പ്രയാസപ്പെടുത്തും. അബൂജഹൽ എന്ത് ചെയ്തെന്നറിയോ? നട്ടുച്ച നേരത്ത് ചുട്ടുപഴുത്ത മണൽ കാട്ടിലേക്ക് ഈ 3 പേരെയും അഴിച്ചുവിടും. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവരെ പീഡിപ്പിക്കാണ്. എങ്ങനൊക്കെ അവരെ പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനൊക്കെ അവരെ പീഡിപ്പിച്ചു. അള്ളാഹിന്റെ റസൂൽ ഈ രംഗം ഇങ്ങനെ കണ്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ് സബ്റൻ ആല യാസർ. യാസർ കുടുംബം നിങ്ങൾ ക്ഷമിക്കും. യാസർ കുടുംബം നിങ്ങൾ ക്ഷമിക്കും. ഫഇന്ന മൗഇദകും ഫിൽ ജന്ന. നിങ്ങൾക്ക് നാളെ സ്വർഗ്ഗത്തിലുള്ളത് അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന വാഗ്ദത്ത സ്ഥാനം എന്നുള്ളത് അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ്. മഹാനായ യാസർ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ പീഡനങ്ങൾക്കൊടുവിൽ യാസർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. യാസർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹയെ ആ മനുഷ്യൻ എന്താ ചെയ്തത്? ചുട്ടുപഴുപ്പിച്ച കുന്തം അവരുടെ ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കി അവരെ കൊന്നു. അവരെ കൊന്ന് ഇസ്ലാമിക ചരിത്രം കാണാൻ കഴിയും. ഇസ്ലാമിൽ ഒന്നാമതായിക്കൊണ്ട് ഷഹീദായ വനിത സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ചരിത്രമാണ്. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു വിഷയം, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ മുമ്പെന്നാണ് സ്വന്തം ഉമ്മാനെ ഉപ്പാനെയും പീഡിപ്പിച്ചു കൊല്ലുന്നത് കാണുന്നത്. അപ്പൊ നമുക്കൊക്കെ വാപ്പി ഉമ്മയുണ്ട്. നമ്മുടെ വാപ്പാനും ഉമ്മാനെയും ഒരാൾ ശാരീരികപരമായി മർദ്ദിക്കണ്ട, നാവ് കൊണ്ട് എന്തെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ തന്നെ ചോദിക്കാൻ നമ്മൾ ചെല്ലും. സ്വന്തം കണ്ണിന്റെ മുമ്പെന്ന് വാപ്പാനെ മൃഗീയമായി കൊണ്ട് കൊല്ലുന്നത് കണ്ട അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മനോവികാരം എന്താണ്? സ്വന്തം ഉമ്മാന്റെ ഗുഹ്യ ഭാഗത്തേക്ക് ചുട്ടുപടിപ്പിച്ച കുന്തം കുത്തിയിറക്കുന്നത് കണ്ട അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മനോവികാരം എന്താണ്? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സബ്റൻ ആല യാസർ. യാസർ കുടുംബം നിങ്ങൾ ക്ഷമിക്കും. ഫഇന്ന മൗഇദകും ഫിൽ ജന്ന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ ഒരു സുന്ദരമായ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഓടി വരുന്നുണ്ട്. ആ ഓടി വരുന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും, അദ്ദേഹത്തിന്റെ 2 വസ്ത്രം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഓടി വരുന്നത്. ശരീരത്തിൽ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. എന്നിട്ട് നബിനോട് വന്ന് ചോദിക്കാണ്, അള്ളാഹിന്റെ റസൂലേ മതാ നസ്റുല്ലാഹ്, റസൂൽ എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? മക്കയിലെ ഖുറൈശികളായ ആളുകൾ ഞങ്ങളെ പീഡിപ്പിക്കുന്നത് റസൂൽ നിങ്ങൾ കാണുന്നില്ലേ? എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം? എന്താ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തിരിച്ച് മറുപടി കൊടുത്തത്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗ്ഗത്തിലേക്ക് വെറുതെ പോകാമെന്ന്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കടന്നു പോകാന്നുള്ളത്? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അനുഭവിച്ചതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കാതെ, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അനുഭവിച്ചതുപോലെ ദുരിതങ്ങൾ ഏൽക്കാതെ ഒരാളും സ്വർഗ്ഗത്തിൽ പോകൂല. എന്നിട്ട് നമ്മൾ ആലോചിക്കണം, ഈ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ചരിത്രം എന്താണ്? പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം ഏറ്റെടുത്തു. എല്ലാ ആളുകളും ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് എപ്പോഴും ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരു മേൽപ്പുതപ്പ് ധരിക്കാറുണ്ട്. ഒരു ചെറിയ കാറ്റടിച്ചപ്പോൾ ആ മേൽപ്പുതപ്പ് താഴേക്ക് വീണു. മേൽപ്പുതപ്പ് താഴേക്ക് വീണപ്പോ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും കരയാണ്. കാരണം ഖബ്ബാബിന്റെ ശരീരത്തിലെ എല്ലിന്റെ വെളുപ്പ് കാണുകയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ എല്ലിന്റെ വെളുപ്പ്, അഥവാ മാംസമല്ല. അപ്പൊ ആളുകൾ ചോദിക്കണ്ട, ഖബ്ബാബെ എന്താണ് ശരീരം എങ്ങനെ? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിനൊടുവിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, ബിലാൽ
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഉമറെ, നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ യജമാനൻ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അവര് രാത്രിയായാല് തണുപ്പിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തീ കത്തിക്കാറുണ്ട്. ആ തീ കെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? എന്റെ ശരീരത്തിന്റെ പുറകു വശത്തേക്ക് ഓരോ കത്തി കൊണ്ട് അവര് വരക്കും. ഓരോ ഭാഗത്തും കത്തി കൊണ്ട് അവര് വരച്ചിട്ട് ഈ തീയിന്റെ കനലിന്റെ മുകളിൽ എന്നെ മലർത്തി കടത്തും. എന്റെ ശരീരത്തിൽ നിന്ന് ഒറ്റി വീഴുന്ന രക്തത്തുള്ളികളാണ് ആ തീ അണച്ചത്. അങ്ങനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? എന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി. എന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളും അവർ കീറിയെടുത്തിട്ടുണ്ട്. കീറിയെടുത്തിട്ട് ആ മാംസം കൊണ്ട് അവർ പിഴിഞ്ഞ് അതിലുള്ള രക്തം അവരെടുത്ത് അവര് പൊട്ടിച്ചീരിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ശരീരത്തിലെ എല്ലിന്റെ വെളുപ്പ് കാണുന്നത്. എന്റെ ശരീരത്തിലെ മാംസം പോയതിനുള്ള കാരണം ഇതാണ്. ഈ സ്വഹാബിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, സ്വർഗത്തിലേക്ക് വെറുതെ പോകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ധാരണ നമ്മളൊക്കെ മരിച്ച നേരെ സ്വർഗത്തിലാണെന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ആ സ്വഹാബിനോട് പോലും അള്ളാഹിന്റെ റസൂൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെവിടെ, നമ്മളെവിടെ എന്നുള്ളത് ആലോചിക്കുക. ജീവിതത്തെ ക്രമീകരിക്കുക. റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്ന് വിശദീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നബിക്കുണ്ടായ പ്രയാസങ്ങളാണ്. വലീദ് ബിൻ മുഗീറയിൽ നിന്ന്, അബൂജഹലിൽ നിന്ന്, നദർ ബിൻ ഹാരിസയിൽ നിന്ന് തുടങ്ങുന്ന ആളുകളിൽ നിന്നുണ്ടായ മർദ്ദനങ്ങളും പീഡനങ്ങളും ആരോപണങ്ങളാണ് വിശദീകരിച്ചത്. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകളുടെ ഇസ്ലാം സ്വീകരണമാണ്. ഒന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. രണ്ട്, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഇനി എനിക്ക് ശേഷം ഒരു റസൂൽ വരുമായിരുന്നെങ്കിൽ അത് ഉമർ ആയിരിക്കുമെന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം. രണ്ടുപേരുടെയും വളരെ വൈകാരികമായ ഒരുപാട് നിമിഷങ്ങളുണ്ട്. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളത് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.